ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നല്ലൊരു ഫേസ് ക്രീമായിട്ടാണ്. ഇത് തുടർച്ചയായിട്ട് ദിവസം 2 നേരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ സ്കിന്നിൻ്റെ സാഗ്നെസ്, വലിച്ചിൽ എല്ലാം മാറിയിട്ട് നല്ല ഈവൻ ടോൺ ആയിട്ടുള്ള നല്ലൊരു സ്കിൻ കിട്ടുന്നതിന് സഹായിക്കുന്നതുമാണ് ഈ ക്യാരറ്റ് ക്രീം. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് ഓളാക്കി കൊടുക്കാനും മറക്കരുത്. ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 ഇടത്തരം വലുപ്പത്തിലുള്ള ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്കിതിനെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. പക്ഷെ നമ്മൾ ചെറിയ പീസുകളായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പം അരഞ്ഞു വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1 സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ചായയൊക്കെ അരിക്കുന്ന അരിപ്പിലൂടെ ഇതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ അരിച്ചെടുക്കാം. ഇതേപോലെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് ജ്യൂസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് അളന്ന് നോക്കേണ്ടതുണ്ട്. ഇത് ഞാനൊന്ന് നോക്കിയപ്പം ഏകദേശം 5 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കോൺഫ്ലവറാണ്. അപ്പം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ. കുറഞ്ഞു പോയാൽ ക്രീം അധികം ലൂസായിരിക്കും, അതുപോലെ കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായിട്ടും ഇരിക്കും. ഇനി കോൺഫ്ലവർ ഇട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡബിൾ ബോയിലിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ഈ കോൺഫ്ലവറും ക്യാരറ്റ് ജ്യൂസും കൂടി മിക്സ് ചെയ്തത് ഈ വെള്ളത്തിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് കാണാം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ താഴെ ചുവട്ടിൽ ചെറുതായിട്ടൊന്ന് കട്ടിപിടിച്ച് പോകും. അതുപോലെ ഈ സമയം നമ്മുടെ വെള്ളത്തിൻ്റെ തീയും ലോ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷമായിരിക്കണം ഇതിനകത്തേക്ക് ഇറക്കി വെക്കാനുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോഴത്തേന് അത് നല്ല ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ക്രീം നല്ലൊരു ക്രീം പോലെ ആയി കിട്ടും. ഈ സമയം നമുക്ക് അതാണ്ട് ഈ ഒരു ടെക്സ്ചറാണ് ഇതിനാകേണ്ടുന്നത്. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പാത്രം എടുത്ത് മാറ്റി വയ്ക്കാം, ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുക്കാൻ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ആ സ്പൂൺ കൊണ്ട് ഇന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ചില ഭാഗമൊക്കെ ഒന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, ഫ്ലാക്സ് സീഡ് സ്കിൻ ടൈറ്റ് ആവാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ ക്യാരറ്റ് സ്കിന്നിന് കളർ കിട്ടാനും വളരെ നല്ലതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കി എടുക്കുക. ആ സമയം ഇതിൻ്റെ ജെല്ലെല്ലാം ഇളകി വരുന്നതാണ്. ഏകദേശം നമ്മളെ കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് വരുന്നത് പോലെ ഒരു കളർ വ്യത്യാസം വരും. ഇതുപോലെ ഫ്ലാക്സ് സീഡിൻ്റെ പല വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പോയി കണ്ടു നോക്കണം. ഫ്ലാക്സ് സീഡ് നമ്മുടെ സ്കിൻ ടൈറ്റ് ആക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ മുടിക്കും വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ്. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റോളം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേന് ഇതിൽ നിന്നും ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലെല്ലാം ഇപ്പം നല്ല വേർതിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ ഒരു വലിയ അരിപ്പ വെച്ച് അല്ലെങ്കിൽ ഒരു തുണിയിലൂടെയോ ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. ചൂടോടെ അരിച്ചെടുത്തില്ലെങ്കിൽ കട്ടിയായി കഴിയുമ്പം പിന്നെ നമുക്കിത് അരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അടുപ്പിൽ നിന്നെടുത്ത അതേ ചൂടോടുകൂടി തന്നെ ഇതിനകത്തേക്ക് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ അരിച്ചെടുത്തിട്ടുള്ള ഈ ഫ്ലാക്സ് സീഡിൻ്റെ വേസ്റ്റും അതും കളയാനുള്ളതല്ല. ഇതിനെ നമുക്ക് ഒരിക്കൽ കൂടി തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ജെല്ലായിട്ട് മുഖത്ത് ഫേസിന് അപ്ലൈ ചെയ്യാനോ നല്ലതാണ്. ഇപ്പം നമ്മൾ ഫ്ലാക്സ് സീഡ് ജെല്ല് ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല കട്ടിയായിട്ടുള്ള ജെല്ലായിട്ടുണ്ട്.
ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ജെല്ലിരിക്കേണ്ടുന്നത്. ഏകദേശം നമ്മൾ ആലോവേര ജെല്ലൊക്കെ മേടിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ജെല്ല് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമ്മുടെ ഓറഞ്ചിൻ്റെ ക്രീം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് കോൺഫ്ലവറും ഓറഞ്ചും കൂടി എടുത്തത് അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അത് നമ്മുടെ ഓറഞ്ച് ക്രീം എത്ര ഉണ്ടോ അതിൻ്റെ ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ജെല്ല്. പിന്നീട് വേണ്ടുന്നത് വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സ് ആണ്. അല്ലെങ്കിൽ ഓയിൽ മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ അതായാലും മതി. വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് 2 എണ്ണം ഇതിനകത്തേക്ക് ഇതുപോലെ പൊട്ടിച്ച് ഇതിൻ്റെ ഡ്രോപ്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വിറ്റാമിൻ ഇയും എല്ലാവർക്കും അറിയാം, നമ്മുടെ മുഖത്തെ അടയാളം മാറുന്നതിനും അതുപോലെ സ്കിന്നൊക്കെ ടൈറ്റായി വരുന്നതിനും നല്ലതാണ് വിറ്റാമിൻ ഇ. പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളത് ആൽമണ്ട് ഓയിൽ അഥവാ ബദാമിൻ്റെ ഓയിൽ. ഇതും അധികമൊന്നും വേണ്ട. ഇത് ഒരു 10 തുള്ളി അല്ലെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ എന്നുള്ള അളവിൽ മാത്രം എടുത്താൽ മതി. അതും ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായി ഇതിനെ ഒന്ന് മിക്സ്. ഫ്ലാക്സീഡ് ജെല്ലും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്രീമും എല്ലാം ഇപ്പോൾ സെപ്പറേറ്റ് കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഒരല്പം സമയം എടുക്കും. ഒരു 5-10 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത് നല്ലൊരു ക്രീമായി കിട്ടുന്നത്. ഇനി ഫ്ലാക്സീഡ് ജെല്ല് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ അലോവേരയുടെ ഒരു ഫ്രഷ് എടുത്തിട്ട് അതിനകത്തു നിന്നുള്ള ജെല്ല് ഇളക്കിയിട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ഫ്രഷ് അലോവേര ഇല്ലാത്തവർക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ല് ചേർത്തിട്ടും ഇതുപോലെ ഫ്ലാക്സീഡിന് പകരം, രണ്ടും കൂടി വേണ്ട, ഫ്ലാക്സീഡിന് പകരം അലോവേര ജെല്ല് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നമ്മുടെ ക്രീം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ക്രീമായിട്ട് കിട്ടും. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ബോട്ടിലിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ, നമ്മൾ പ്രത്യേക പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിലുള്ള നല്ല കളറുമായിട്ടുള്ള സ്കിന്നിന് കളർ കിട്ടുന്നതിനും അതുപോലെ നമ്മുടെ പ്രായ കൂടുതൽ കൊണ്ടുണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ മാറുന്നതിനും സ്കിൻ നല്ല ടൈറ്റായിട്ടിരിക്കുന്നതിനും വളരെ നല്ലത് ക്രീമാണ്. ഇത് ദിവസം 2 നേരം ഉപയോഗിക്കാം. കണ്ടിന്യൂ ഉപയോഗിക്കുക. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പം ബോട്ടിലാക്കിയിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. മുഖത്തോ ശരീരത്തിലോ കയ്യിലോ ഒക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഏത് പ്രായക്കാർക്കും ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബദാം ഓയിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് അളവിൽ മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ക്രീമിനെ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫേസോ കയ്യോ ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേ രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 35-40 സെക്കൻഡ് വരെ നന്നായിട്ടൊന്ന്, അല്ലെങ്കിൽ ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.